ഇന്ന് ഈവനിങ്ങിൽ കണ്ട ഒരു കാഴ്ചയാണ്. നല്ല ചിത്രശലഭം വന്നിട്ട് ഇങ്ങനെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മധുരം നുകരുന്നു. പെട്ടെന്ന് എൻ്റെ ഒച്ച കേട്ടത് കൊണ്ടായിരിക്കും അത് പറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുമായിരുന്നു. ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. അതിങ്ങനെ ആ പൂവിൽ വന്നിട്ട് ഇങ്ങനെ തേൻ നുകരുന്നതാണ്. എന്തൊരു രസമാണെന്നറിയും. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ വന്നില്ല. അങ്ങനെ വൈകുന്നേരമായി ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും പിരിഞ്ഞു. അപ്പോഴാണ് സുന്ദരി, ഇത് ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല, പിന്നെ വേറെ എവിടത്തെയോ പൂച്ചയാണ്, പക്ഷെ ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് അത്രയും ബിൽഡപ്പ് വേണ്ട അല്ലേ. ഞങ്ങൾ വന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പൂച്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലേക്ക് ഇതിന് പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തൊടാനൊന്നും വിടില്ല കേട്ടോ, അവൾ ഗർഭിണിയാണ്. വയറിലൊന്നും ഒട്ടും തൊടാൻ വിടില്ല. തൊട്ട് കഴിഞ്ഞിട്ട് 4 കാലും കൊണ്ട് 2 കൈയും 2 കാലും കൊണ്ട് ചവിട്ടിയേറി പിന്നെ കടിക്കുകയും ചെയ്യും. കണ്ട സുന്ദരിയല്ലേ. അങ്ങനെ ഞാൻ എന്താ പറയുക, വൈകുന്നേരമായിട്ട് അപ്പോൾ ഈ കോളാമ്പി പൂ പിടിച്ച് തന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോഴാണ് അവിടെ എന്താ പറയുക, 2 പേര് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ ഇങ്ങോട്ട് തിരിച്ചോടിയിട്ട് അമ്മേനെയും ഏട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കൊലപാതകത്തിന് മുതിരാതെ ഇതിനെ ഞങ്ങൾ വെറുതെ വിട്ടു എന്ന് പറയാം. ഇന്ന് ഈവനിങ്ങിൽ കണ്ട ഒരു കാഴ്ചയാണ്. നല്ല ചിത്രശലഭം വന്നിട്ട് ഇങ്ങനെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മധുരം നുകരുന്നു. പെട്ടെന്ന് എൻ്റെ ഒച്ച കേട്ടത് കൊണ്ടായിരിക്കും അത് പറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുമായിരുന്നു. ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. അതിങ്ങനെ ആ പൂവിൽ വന്നിട്ട് ഇങ്ങനെ തേൻ നുകരുന്നതാണ്. എന്തൊരു രസമാണെന്നറിയും. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ വന്നില്ല. അങ്ങനെ വൈകുന്നേരമായി ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും പിരിഞ്ഞു. അപ്പോഴാണ് സുന്ദരി, ഇത് ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല, പിന്നെ വേറെ എവിടത്തെയോ പൂച്ചയാണ്, പക്ഷെ ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് അത്രയും ബിൽഡപ്പ് വേണ്ട അല്ലേ. ഞങ്ങൾ വന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പൂച്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലേക്ക് ഇതിന് പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തൊടാനൊന്നും വിടില്ല കേട്ടോ, അവൾ ഗർഭിണിയാണ്. വയറിലൊന്നും ഒട്ടും തൊടാൻ വിടില്ല. തൊട്ട് കഴിഞ്ഞിട്ട് 4 കാലും കൊണ്ട് 2 കൈയും 2 കാലും കൊണ്ട് ചവിട്ടിയേറി പിന്നെ കടിക്കുകയും ചെയ്യും. കണ്ട സുന്ദരിയല്ലേ. അങ്ങനെ ഞാൻ എന്താ പറയുക, വൈകുന്നേരമായിട്ട് അപ്പോൾ ഈ കോളാമ്പി പൂ പിടിച്ച് തന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോഴാണ് അവിടെ എന്താ പറയുക, 2 പേര് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ ഇങ്ങോട്ട് തിരിച്ചോടിയിട്ട് അമ്മേനെയും ഏട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കൊലപാതകത്തിന് മുതിരാതെ ഇതിനെ ഞങ്ങൾ വെറുതെ വിട്ടു എന്ന് പറയാം.